അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി മാ നിംതു ഫഹലിംതു വലാ തവഹംതു ഫസഹൗതു വഇന്നി ലഅല സബീലി മാ സഖത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉന്നതമായ ചിന്തയാണ് ഇവിടെ കാണുന്നത്. വല്ലാഹി മാ നിംതു ഫഹലിംതു, എനിക്ക് ഉറക്കമുണ്ടാവുകയും ഉറക്കത്തിൽ സ്വപ്നം കാണുക പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. സ്വപ്നം കാണാൻ മാത്രമുള്ള സുഖമുള്ള ഒരു ഉറക്കം എനിക്കുണ്ടായിട്ടില്ല. ഉറക്കത്തിൽ സുഖം ഉണ്ടാവുമ്പോഴേ സ്വപ്നം ധാരാളമായിട്ട് കാണും. അതുകൊണ്ട് സുബഹി കഴിഞ്ഞ് ഉറങ്ങുന്നവർക്ക് ഭയങ്കര സ്വപ്നം കാണും. റമദാനിലൊക്കെ ആലോചിച്ചിട്ടില്ലേ, അത്താഴമൊക്കെ കഴിഞ്ഞ് സുബഹി കഴിഞ്ഞിട്ട് ഒരു ഉറക്ക് ആവശ്യം രാത്രി ഉറക്കൊഴിക്കുന്നതാണ്. അപ്പൊ പകല് ഭയങ്കര സ്വപ്നം കാണും. ഇന്ന് നല്ല റാഹത്തുള്ള ഉറക്കാണത്. രാത്രി അത്ര സ്വപ്നം വരില്ല, കാരണം സുബഹിക്ക് എണീക്കാനായി സമയം കുറവാണ്. റാഹത്തുണ്ടാകുമ്പോഴേ സ്വപ്നം കാണുള്ളൂ എന്നാണ്. അങ്ങനെ ഒരു വിഷയമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ നിംതു ഫഹലിംതു, സ്വപ്നം കാണുന്ന ഒരു ഉറക്കം ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഹബീബിന്റെ കൂടെ ജീവിച്ച 23 കൊല്ലം, അത് കഴിഞ്ഞൊരു 2 കൊല്ലം, 25 കൊല്ലത്തെ ഇസ്ലാമിലായ സിദ്ദീഖ് തങ്ങളുടെ ജീവിതകാലം സ്വപ്നം കാണാൻ പറ്റിയിട്ടില്ല. വലാ തവഹംതു ഫസഹൗതു, ഞാൻ എന്തെങ്കിലും ഊഹാപോഹം വെച്ച് നടക്കുകയും മറന്നു പോവുകയും ചെയ്തിട്ടില്ല, എനിക്ക് മറവിയുണ്ടായിട്ടില്ല. വഇന്നീ ലഅല സബീലി മാ സഖതു, ഞാൻ നേരായ വഴിയിലൂടെയുള്ള ഈ യാത്രയിൽ എനിക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല, ഞാൻ നേരെയാണ് പോയത്. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തു പോയപ്പോ മുർത്തദ്ദീങ്ങളുമായി നടന്ന യുദ്ധം നടക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വിശ്രമമില്ലാത്ത ജീവിതം വന്നിട്ടുണ്ട്. 2 വർഷത്തെ ഖിലാഫത്ത് പ്രയാസകരമായ കാലഘട്ടമായിരുന്നു. എന്നിട്ട് പോലും ദീനിന്റെ പാതയിൽ നിന്ന് അളവോളം പിന്തിരിയേണ്ടി വന്നിട്ടില്ലേ എനിക്ക് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇത് ഉന്നതമായ ചിന്തയാണ്, ജീവിതത്തിലെ വീക്ഷണങ്ങളാണ്. നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്കും കുറച്ചെങ്കിലൊക്കെ ഒന്ന് ഉഷാറാവണ്ടേ? ആ ഒരു ചിന്ത കിട്ടിയാൽ നമ്മുടെ ഈ ചർച്ച വിജയിച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനൊന്നും ആയാൽ പോരാ, എന്നെങ്കിലും നമുക്ക് തോന്നി തുടങ്ങണം. അള്ളാഹു നമുക്ക് ഉന്നതങ്ങളിലെത്താൻ തൗഫീഖ് നൽകട്ടെ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ അടക്കപ്പെട്ട മഹാനായ താബിഈങ്ങളിൽ വരുന്ന ഹദീസ് പണ്ഡിതനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കാലത്ത് വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ചർച്ച വരികയും ഖുർആൻ സൃഷ്ടിയല്ല എന്ന അഹ്ലുസുന്നയുടെ ആശയം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവര് ജയിലിൽ കടന്നിട്ടുണ്ട് 40 കൊല്ലം. 40 കൊല്ലം എന്തിനെന്നറിയോ? ഖുർആൻ സൃഷ്ടിയാണ് എന്ന് അന്നത്തെ പുത്തനാശയക്കാർ, അന്നത്തെ മഅ്മൂൻ രാജാവ്, ഹാറൂൻ റഷീദിന്റെ മകൻ മഅ്മൂൻ രാജാവൊക്കെ മുഅ്തസിലിയാണ്, അന്നത്തെ ബിദ്ഈ ആശയക്കാരനാണ്. അവര് കൊണ്ടുവന്നു ഖുർആൻ സൃഷ്ടിയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പറും മഷിയല്ലേ, അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ, അള്ളാന്റെ കലാം. അള്ളാഹു സൃഷ്ടിയല്ല, അള്ളാന്റെ കലാമും സൃഷ്ടിയല്ല. സൃഷ്ടിയാണെന്ന് വാദിച്ചാൽ സൃഷ്ടികൾ തിരുത്തപ്പെടും, മാറ്റത്തിന് വിധേയമാകും. അള്ളാന്റെ കലാമ് മാറ്റണം എന്നുള്ള ഒരു ഗുരുതരമായ ഒരു ടാർഗറ്റ് അതിന്റെ പിന്നിലുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നൊരു വിട്ടുകൊടുത്തില്ല, അതിൽ ജയിലിലടക്കപ്പെട്ടു. ആ മഹാൻ സമ്മതിച്ചാൽ പിന്നെ രാജാവിന് പ്രശ്നമില്ല, ഭരണാധികാരിക്ക് പ്രശ്നമില്ല. പക്ഷേ അഹ്മദ് ഇബ്നു ഹംബൽ എന്നൊരു വിട്ടുകൊടുത്തില്ല, വിട്ടുകൊടുക്കില്ല. അങ്ങനെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ കഴിയുമ്പോ മഹാനായ അഹ്മദ് ഇബ്നു ദാവൂദ് അബൂ സഈദുൽ വാസിതി തങ്ങൾ, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെ കൂട്ടുകാരനാണ്, അൽ അല്ലാമത്തുൽ വാസിതി. അവരുടെ പേര് അഹ്മദ് എന്നാണ്, അഹ്മദ് ഇബ്നു ദാവൂദ് അൽ വാസിതി. അവര് കടന്നു വരികയാണ്, കൂട്ടുകാരനെ കാണാൻ, ജയിലിൽ കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ജയിലിൽ കഴിയുന്ന മഹാനായ അഹ്മദ് ഇബ്നു ഹംബലിനോട് ഞാൻ പറഞ്ഞു, യാ അബാ അബ്ദില്ലാ, അബൂ അബ്ദില്ലാ, അലൈക അയാൽ വലക സുബിയാൻ വഅൻത മഅദൂർ. അഹ്മദ് ഇബ്നു ഹംബലേ, നിങ്ങൾക്ക് മക്കളില്ലേ, കുടുംബമില്ലേ? നിങ്ങൾക്ക് എന്താ സമ്മതിച്ചു കൊടുത്താൽ ഈ ജയിലിൽ കിടന്നാൽ മുതഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കാൻ കഴിയോ? ഹദീസ് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് രാജാവിനെ സമാധാനിപ്പിക്കാനെങ്കിലും ഖുർആൻ സൃഷ്ടിയാണെന്ന് തലകുനിച്ചിട്ട് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ
എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, ഇൻ കാന ഹാദാ അഖ്ലുക യാ അബാ സഈദ് ഫഖദ് ഇസ്തറഹ്തു. അബൂ സഈദുൽ വാസിതി, നിങ്ങളുടെ ബുദ്ധി ഇത്ര കൊള്ളുവെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു കൂട്ടുകാരൻ എനിക്ക് വേണ്ട കേട്ടോ. അതാണോ നിങ്ങൾ എന്നോട് പറയേണ്ടത്? അഹ്മദ് ഇബ്നു ഹംബലെ, നിങ്ങൾക്ക് മക്കളില്ലേ, കുടുംബല്ലേ, നിങ്ങൾ കുടുംബത്തെ നോക്കണ്ടേ എന്ന് പറഞ്ഞ് സത്യം വിളിച്ചു പറയാതെ ഒരസത്യം ഞാൻ വിളിച്ചു പറയണമെന്നാണ് അബൂ സഈദുൽ വാസിതി നിങ്ങൾ എന്നോട് ഉപദേശിക്കുന്നതെങ്കിൽ, ഇത്രയാണ് നിന്റെ ബുദ്ധിയെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ എനിക്ക് ജീവിതത്തിൽ വേണ്ടതില്ല എന്നോട് പറയേണ്ടത് മറിച്ചല്ലേ? അഹ്മദ് ഇബ്നു ഹംബലെ, എത്ര അടിയും താടനവും ജീവൻ തന്നെ പോയാൽ പോലും സത്യം മറച്ചു പിടിക്കരുത്. കാലാകാലങ്ങളിൽ വരുന്ന പണ്ഡിതന്മാർ അഹ്മദ് ഇബ്നു ഹംബൽ എന്തു പറഞ്ഞു എന്നാണ് നോക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് പിഴക്കരുത്, നിങ്ങൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. അടിയും വേദനയുമെല്ലാം ഒരു മരണത്തോട് അവസാനിക്കും, മരണം വരാനുണ്ട് എന്ന് മഹാൻ ഉപദേശിച്ചു കൊടുത്ത മഹത്തുക്കളോട് ആയിദ അലയ്യ ഒന്നുകൂടി പറഞ്ഞതാ അങ്ങനെയാ പറയേണ്ടത് എന്ന് ജയിലിൽ കിടക്കുന്ന മഹാൻ തന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് ഉയർന്നു ചിന്തിക്കാൻ കൽപ്പിക്കുമായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയല്ലേ നോക്കുന്നത്, എന്നാൽ പോലും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. സത്യത്തിന് എന്നും 16 നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ, നാട്ടിലെ വിഷയങ്ങളിൽ, ഭരണക്രമങ്ങളിൽ എന്തെല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടന്നാലും സത്യം ഒരു നാൾ പുറത്തു വരും. അത് അല്ലാഹുവിന്റെ അദല്, നീതിയുണ്ട്. അല്ലാഹു തആല വവദഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ എന്ന് അല്ലാഹു പറഞ്ഞ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് ഈ ലോകത്ത് നീതി നിലനിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് സത്യവും ധർമ്മവും ഇവിടെ വിജയിക്കും. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെ പാഠം അതാണ്. നമ്മുടെ ജീവിതത്തിലെ പാഠവും അതായിരിക്കണം. ത്തിന്റെ കൂടെ നിൽക്കണം. സത്യം ഒരുപക്ഷെ കുറച്ചു കാലം ആർക്കെങ്കിലും മൂടി വെച്ചേക്കാൻ കഴിയും, പക്ഷേ അത് ഒരു നാൾ പുറത്തു വരും. അത് ഉറപ്പാണ്. സത്യമേ ലോകത്ത് ജയിക്കുകയുള്ളൂ. ആര് എന്തെല്ലാം എഴുത്തുകുത്തുകളിൽ മാറ്റം വരുത്തിയാലും, എന്തെല്ലാം നുണപ്രചരണങ്ങളും ഗീബൽസങ്ങളും ആളുകൾ വിളിച്ചു പറഞ്ഞാലും സത്യമെന്തോ അത് ഒരു നാൾ പുറത്തു വരും. ഇത് ലോകത്തിലെ വല്ലാത്തൊരു അത്ഭുതമാണ്. പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു യുക്തിവാദിക്ക് മനസ്സിലാക്കാൻ കേവല തെളിവ് ഇത് തന്നെ മതി, ധർമ്മത്തിന്റെ വിജയം. ഇവിടെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടല്ലോ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്സാനു ഖൽബി ലാ തസൂലു ഹത്താ ഉബശ്ശറ ബിൽ ഖബൂലി വഅറാ കിതാബി ബിൽ യമീനി വതുസറഈനി ബിർ റസൂലി. ആ മഹാനോടൊരു ചോദ്യമുണ്ടായി, മതാ യജിദുൽ അബ്ദു തുഅമർ റാഹ, എപ്പോഴാണ് വിശ്രമം, എപ്പോഴാണ് വിശ്രമം, എപ്പോഴാണ് വിശ്രമം നമുക്ക് അനുഭവിക്കാം, എപ്പോഴാണ് വിശ്രമത്തിന്റെ മാധുര്യം അറിയുക എന്ന് ചോദിച്ചപ്പോ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് ഒരു വിശ്രമം വേണ്ടേ, എപ്പോഴാ റെസ്റ്റ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഇൻദ അവ്വലി ഖദമിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ആദ്യത്തെ കാല് വെച്ചാൽ, സ്വർഗത്തിലേക്ക് ആദ്യത്തെ കാല് വെച്ചാൽ അവിടെ മുതലാണ് സമാധാനം ആരംഭിക്കുന്നത്. അതുവരെ അഹ്മദ് ഇബ്നു ഹംബലിന് സമാധാനമില്ല എന്ന് ലോകത്ത് വരാനുള്ള സർവ്വ മനുഷ്യരോടും അത്യധ്വാനത്തോടുകൂടെ യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച ആള് 10,000 പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് അവസാനം ബൾബിന്റെ കണ്ടെത്തലിലേക്ക് വഴിതെളിയുന്നത്. 10,000 ടെസ്റ്റുകള്, 10,000 ടെസ്റ്റുകളിൽ പരാജയം, 10,000 ടെസ്റ്റുകളിൽ പരാജയം. ഇത് കണ്ടപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, അല്ല എഡിസൺ, ഈ 10,000 ടെസ്റ്റൊക്കെ നടത്തി എന്തിന് വേസ്റ്റ് ചെയ്തു ഈ സമയം? അദ്ദേഹം പറഞ്ഞു, ഞാൻ വേസ്റ്റ് ആക്കിയതല്ല, ഈ 10,000 രീതികൾ ശരിയല്ല എന്നെങ്കിലും പഠിക്കാൻ നമുക്ക് പറ്റിയല്ലോ. 10,000 ടെസ്റ്റുകൾ ശരിയല്ല എന്ന് പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്നല്ലാതെ ഇതൊരു പരാജയമല്ല എന്ന് ഒരു ഭൗതികതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആള്, ദുന്യാവിലെ ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരാൾക്ക് ഇത്ര ഹിമ്മത്തുണ്ടെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്ര മാറ്റങ്ങൾ വരുത്തണം.
അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം വിലയുള്ളതാണ്, അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അല്ലാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് സ്വർഗ്ഗമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സ്വഹാബി, ഈജിപ്തിലെ ആദ്യത്തെ മസ്ജിദ് ഉണ്ടാക്കിയ സ്വഹാബി, ഈജിപ്തിൽ ചെന്ന് ആദ്യം ദഅവത്ത് ചെയ്ത സ്വഹാബി, മദീനത്തുൽ ഫുസ്താത്തിന്റെ സ്വഹാബി അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനമുണ്ട്, അലൈക്കും ബികുല്ലി അംറിൻ മസ്ലഖത്തിൻ മഹ്ലക, അലൈക്കും ബികുല്ലി അംറിൻ മസ്ലഖത്തിൻ മഹ്ലക. അതായത് വളരെ പ്രയാസമുള്ള, ചെയ്തു തീർക്കാൻ പ്രയാസമുള്ള ഉന്നതമായ ലക്ഷ്യങ്ങളാണ് നിങ്ങൾ മുന്നിൽ കാണേണ്ടത്. നമ്മൾ ഏതൊരു ലക്ഷ്യവും മുന്നിൽ വെച്ചാൽ, ഇപ്പോൾ ഒരു മഹല്ല് സംവിധാനങ്ങൾക്ക് നമുക്ക് ലക്ഷ്യമുണ്ടാകും. നമ്മുടെ ലക്ഷ്യം നമ്മൾ പെട്ടെന്ന് നേടി എന്ന് വന്നാൽ അതിനർത്ഥം നമ്മൾ സ്ഥാപിച്ച ലക്ഷ്യം അത്ര ഈസി ആയിരുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഉന്നത ലക്ഷ്യമാണ് നമ്മൾ മുമ്പിൽ വെച്ചത്, കഠിനാധ്വാനം ചെയ്ത് അച്ചീവ് ചെയ്തു, ദാറ്റ്സ് പെർഫെക്റ്റ്. പക്ഷെ സംഭവിക്കുന്നത് പലതും നമ്മൾ ചെറിയ ലക്ഷ്യമാണ്. എന്താ പള്ളി കമ്മിറ്റിയുടെ പരിപാടി? പള്ളിക്ക് ഇന്റർലോക്ക് ഇടണം, അത് ഇവിടുന്ന് ഖത്തറിൽ പോകാം, അല്ലെ ദുബൈക്ക് പോകാം, അത് തീർന്നു. കുട്ടികളെ കെട്ടിച്ചയക്കണം. നേരെ മറിച്ച് നമ്മുടെ മഹല്ലിലെ മുഴുവൻ വിദ്യാർത്ഥിനികളുടെ സെൻസസ് എടുക്കുക, അവരുടെ അഭിരുചി, 10th കഴിഞ്ഞവര്, +2 കഴിയുന്നവര്, അവരുടെ ഹയർ സ്റ്റഡീസിന് ഓരോരുത്തരുടെയും 1-to-1 മീറ്റിംഗ്, യോഗ്യരായ ട്രെയിനർമാരെ കൊണ്ടുവന്ന് അവരുടെ ചോയ്സ് നിർണ്ണയിച്ചു കൊടുക്കുക, അവർ കരിയർ ഗൈഡൻസ്. നമ്മുടെ മഹല്ലിൽ ഒരു കാനേഷുമാരി, കൃത്യമായ കണക്ക്, വിവാഹം നടന്നവര്, നടക്കാനിരിക്കുന്നവര്, കുടുംബ പ്രശ്നങ്ങളുള്ളവര്, നിരന്തരമായ കൗൺസിലിംഗ്. നമുക്ക് നല്ലൊരു മാതൃകയാണ് യൂറോപ്യൻ നാടുകളിലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ. അവിടെ പള്ളികൾക്ക് ഇസ്ലാമിക് സെന്ററുകൾ എന്നാണ് പറയാ. മസ്ജിദായിട്ട് ഒരു പെർമിഷൻ കിട്ടാൻ പ്രയാസമാണ്, വാങ്കുവിളി പുറത്ത് കേൾക്കൂല, ഒക്കെ ഇസ്ലാമിക് സെന്റർ, കൾച്ചറൽ സെന്ററുകൾ എന്ന് പറയാം. പക്ഷെ അവിടെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഓരോ നോട്ടീസ് ബോർഡ് കാണുമ്പോൾ എന്തെല്ലാം വെറൈറ്റി പ്രോഗ്രാമുകളാണ്. നമുക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസ, നല്ല കെട്ടിടങ്ങൾ. രാവിലെ 2 മണിക്കൂർ മദ്രസ കഴിഞ്ഞാൽ പൂട്ടിക്കിടക്കാണ്, മദ്രസ തീർന്നു. പിന്നെ നമുക്ക് ഹിഫ്ള് തുടങ്ങണം തോന്നുക, എന്നാ പിന്നെ വേറെ കെട്ടിടം ഉണ്ടാക്കാം. ഈ മദ്രസനെ ഉപയോഗിച്ചാൽ പോരെ, നമ്മുടെ പള്ളി ഉപയോഗിച്ചാൽ പോരെ ഹിഫ്ളിന്? എന്തിന് ജനങ്ങൾക്ക് വേറെ ഭാരം ഉണ്ടാക്കണം? ഓരോരുത്തരും സ്ഥാപനം ഉണ്ടാക്കാൻ തുടങ്ങിയ ഈ ദുന്യാവിൽ ആരതൊക്കെ കൊണ്ടു നടക്കുക? ഉള്ള സ്ഥാപനങ്ങൾ ക്വാളിറ്റി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയാൽ അതല്ലേ വേണ്ടത്. നമ്മുടെ സ്ഥാപനം, അറബി കോളേജും യതീംഖാനകളും പള്ളി ദർസും നമ്മുടെ മദ്രസകളും, അവിടെ ശരിക്ക് പഠനം നടക്കുന്നുണ്ടോ? അതല്ല ഹാജരെടുത്ത് പോവുകയാണോ? നമ്മുടെ മക്കൾക്ക് ശരിക്കും പഠിപ്പിക്കാൻ കഴിയുന്ന അധ്യാപകരാണോ അവിടെ ഉള്ളത്? ആ അധ്യാപകർക്ക് ട്രെയിനിങ് എത്ര പേർക്ക് ആവശ്യമുണ്ട്? എത്ര പേർ നല്ല യോഗ്യതയുള്ള അധ്യാപകരാണ്? എത്ര പേര് വെറുതെ കയറി കൂടിയവരാണ്? എത്ര ആളുകൾ നമുക്ക് നല്ല ഗൈഡൻസ് കൊടുക്കാൻ പറ്റും? എത്ര ആളെ പറഞ്ഞു വിടേണ്ടതുണ്ട്? നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠനം നടക്കുന്നുണ്ടോ? അതല്ല നമ്മൾ തീറ്റിപ്പോറ്റി കൊടുക്കുകയാണോ? ആകെ ചെയ്യുന്ന പണി അവർക്ക് ഭക്ഷണം കൊടുക്കലും താമസവും. അവിടുത്തെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് നമ്മൾ പരിശോധിക്കാറുണ്ടോ? ഇത്രയൊന്നും ചെയ്യാതെ നമ്മൾ സ്ഥാപനങ്ങളിൽ കൂട്ടിക്കൊണ്ടിട്ട് എന്താ കാര്യം? ഉള്ളത് ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റിയുടെ ആളുകളാണ്, നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യേണ്ട ആളുകളാണ്. നമ്മുടെ മഹല്ലുകൾക്ക് നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ഓരോ മഹല്ലും കൃത്യമായി 2 മണിക്കൂർ നമ്മുടെ മദ്രസയിലേക്ക് മക്കൾ വരുമ്പോ, അതും ഈ മഴയത്തൊക്കെ കൊടചൂടി വരുമ്പോ നമ്മുടെ ഉസ്താദുമാർ അവരെ പഠിപ്പിക്കുകയാണോ? നമ്മുടെ മക്കൾ ശരിക്കും പഠിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ മൊബൈൽ ഫോൺ കളിച്ചിരിക്കുകയാണോ? അവര് കൃത്യമായും ആ 2 മണിക്കൂർ അമാനത്താണ് എന്ന് വിചാരിച്ച് അവരെ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളോട് നന്നായി പെരുമാറുന്നുണ്ടോ? അധ്യാപകന്റെ അധ്യാപന ശൈലി എന്തൊക്കെയാണ്? ഈ മക്കൾക്ക് കൃത്യമായ ദിശാബോധം നൽകാൻ നമ്മുടെ മഹല്ലുകൾക്ക് സാധിച്ചാൽ, നമ്മുടെ ഉസ്താദുമാർക്ക് ട്രെയിനിങ് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ആർക്കും ജനനം കൊണ്ട് ഒരാൾക്ക് അധ്യാപകനാവാൻ കഴിയില്ല. ഒരു പണിയും കിട്ടാത്തവൻ പഠിപ്പിക്കാൻ പോയിട്ട് കാര്യമില്ല. പഠിപ്പിക്കൽ ഇന്ന് വലിയൊരു കലയാണ്. അതെല്ലാരെ കൊണ്ടും അറിവുണ്ടായിട്ട് പഠിപ്പിക്കാൻ കഴിയില്ല. പഠിപ്പിക്കൽ ഒരു മഹാറത്ത് എന്നാ പറയാം. അറിവുണ്ടായാൽ പഠിപ്പിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അവർക്ക് അറിവുണ്ട്, പക്ഷേ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. വിദ്യാർത്ഥികളുടെ തലയിലേക്ക് കയറുന്ന വിധത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മഹല്ലുകൾ ഓരോന്നും നമ്മുടെ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യാം. അതായിരിക്കട്ടെ നമ്മുടെ മുമ്പിലെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോ തൊട്ടടുത്ത മഹല്ലുകൾ അത് മാതൃകയാക്കും. നമ്മുടെ ഇവിടെ ഒരുപാട് പദ്ധതികൾ ചർച്ച ചെയ്തു. ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് പോലും ഇവിടെ ചർച്ച കഴിഞ്ഞ വിഷയങ്ങളായിരിക്കാം. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി വലിയൊരു വിഷയമാണ്.
അത് ശ്രദ്ധിക്കണമെന്ന് മഹല്ല് ഭാരവാഹികളോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടോ ആ കാര്യം ഏറ്റവും നല്ല നിലയിൽ ചെയ്യൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. വഅദ് പറയണോ, അത് നല്ല നിലക്ക് വഅദ് പറയാം, ടൈം വേസ്റ്റ് ആക്കരുത്. ഒരു അധ്യാപകനാണോ, നല്ല നിലക്ക് പഠിപ്പിക്കുക. ഒരു കുക്കാണോ, നല്ല നിലക്ക് ഭക്ഷണം പാകം ചെയ്യുക. ഒരു കാർപ്പന്റർ ആണോ, നല്ല നിലക്ക് കാർപ്പൻട്രി എടുക്കുക. ഇറച്ചി കച്ചവടക്കാരനാണ്, എല്ല് മുറിക്കുമ്പോൾ ശരിക്കും മുറിക്കുക, വായിൽ കുത്തുന്ന നിലക്ക് മുറിക്കരുത്. കൃത്യമായ നല്ല കറക്റ്റ് വിട്ട് ഇറച്ചി പണിയിരുന്ന അത് ചെയ്യുക. ആശാരി നല്ല ഡ്രൈവറാണോ, നന്നായിട്ട് ഡ്രൈവ് ചെയ്യുക വൃത്തിയില്. ഏതൊരു പണി എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. ഒരു മുക്കുവന് ആലിമാവാൻ പറ്റില്ല, ഒരു കുക്കിന് എഞ്ചിനീയർ ആവാൻ പറ്റില്ല, ഒരു ഡോക്ടർക്ക് ഒരു അധ്യാപകനാവാൻ പറ്റില്ല. അവനവന്റെ എക്സ്പെർട്ടീസ്, ഓരോരുത്തരുടെ കഴിവെന്തോ അത് ശരിക്കും പഠിക്കുക. ഒരു സംഗതി പഠിക്കണമെങ്കിൽ മിനിമം 10,000 മണിക്കൂർ വേണമെന്നാണ് ലോകത്തെ കണക്ക്. ടു മാസ്റ്റർ സംതിങ് യു നീഡ് മിനിമം 10,000 hours. ഒരു കാര്യത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ആ പണി 10,000 മണിക്കൂർ ചെയ്തിരിക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്താ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ്? എന്താ നമ്മൾ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അതൊരു എക്സ്പീരിയൻസ് തന്നെ പറയാനായിട്ടില്ല. 10,000 മണിക്കൂർ ഒരു കാര്യം കൃത്യമായി ചെയ്താലേ അതിൽ മാസ്റ്റർ ചെയ്യാൻ കഴിയൂ, അത് ശരിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നബിക്കത് ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പണി ചെയ്യുന്നവരും അത് കൃത്യമായിട്ട് ചെയ്യാം. നമ്മുടെ ഡോക്ടർമാർ നന്നായിട്ട് ജോലി ചെയ്യുക. നമ്മുടെ എഞ്ചിനീയേഴ്സ് അവരുണ്ടാക്കുന്ന പാലങ്ങൾ പൊളിയരുത്, അവരുണ്ടാക്കുന്ന ബിൽഡിങ്ങുകൾ കൊളാപ്സ് ആവരുത്. അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആവട്ടെ. നമ്മുടെ കോൺട്രാക്ടർമാർ ശരിക്കും പണിയെടുക്കുക. സെക്യൂരിറ്റി ജോബ് ചെയ്യുന്നവർ നന്നായിട്ട്, ജ്വല്ലറിന്റെ മുമ്പിൽ നിന്നിട്ട് കസാലിട്ട് ഉറങ്ങാൻ രാത്രി നേരം വിളിക്കോളൂ. ഇതെന്ത് സെക്യൂരിറ്റി? അതിനൊക്കെ ശമ്പളം ഹലാലാവും. ആ ചെയ്യുന്ന പണി കൃത്യമായിട്ട് ചെയ്യാം. നിയമപാലകന്മാർ, രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ അവൻ ചെയ്യുന്ന പണി ശരിക്ക് ചെയ്യണം. ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ആര് പറഞ്ഞു? നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇസ്ലാം. ഇസ്ലാം ഉഴപ്പുന്ന പരിപാടി ഇസ്ലാമിലില്ല. ഭംഗിയിൽ കൃത്യമായിട്ട് ചെയ്യണം. നബി തങ്ങൾ അതാണ് സ്വഹാബിമാരെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്നഹ്. ബഹുമാനപ്പെട്ട ഏഴുമല തങ്ങൾ സയ്യിദ് സഫ്വാൻ തങ്ങൾ അവറുകളോട് എത്തി. തങ്ങളെ നിർത്തട്ടെ. തങ്ങൾ പൂർത്തിയാക്കാൻ സംബന്ധം തന്നു. നമ്മൾ തുടങ്ങിയിടത്തേക്ക് എത്തുകയാണെങ്കിൽ 37 മിനിറ്റ് വേണം. അത്ര നേരം തങ്ങളെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? നമ്മൾ 22-ലല്ലേ തുടങ്ങിയത്, 9:22. 11:22 എത്തുമ്പോൾ 2 മണിക്കൂറാവും. തങ്ങളുടെ നല്ല രസമുള്ള ഉപദേശം ഉണ്ടാവും. അതിലെല്ലാം ജാമ്യവും മാന്യമായ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കാര്യങ്ങൾ ഭംഗിയാക്കി തരട്ടെ. നമ്മുടെ ദുആ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ومن أراد الآخرة ആർക്കാണ് പരലോകം വേണ്ടതെങ്കിൽ, പരലോകം ആഖിറം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ, വസഅ ലഹാ സഅയഹാ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിന് അധ്വാനിക്കും വേണം. വഹുവ മുഅ്മിനുൻ ഈമാനും വേണം. മുഅ്മിനായ അല്ലാഹു ഏകനാണ്, മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ തിരുദൂതരാണ്. ഇത് വിശ്വസിച്ച ആൾക്കേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂ. സർവമത സത്യവാദം നമുക്ക് പറയാൻ കഴിയില്ല ഇസ്ലാമിന്റെ ലേബലിൽ നിന്നുകൊണ്ട്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു സ്വീകരിക്കുന്നത് ഇസ്ലാം മാത്രമാണ്. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. പരലോകം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു ഈമാനുള്ള അവസ്ഥയിൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനത്തിന് അല്ലാഹു നാളെ കൂലി കൊടുക്കും. അങ്ങനത്തെ ഒരു അധ്വാനമായി നമ്മുടെ ഇരുത്തം അല്ലാഹു സ്വീകരിക്കട്ടെ. ചൂടുണ്ടാവും, ചെറിയ വിങ്ങലൊക്കെ ഉണ്ടല്ലേ.
ലോകത്ത് ഗ്ലോബൽ വാർമിംഗ് ലോകത്ത് ചൂട് കൂടിക്കൊണ്ടിരിക്കുക, എല്ലായിടത്തും ലോകത്ത് ചൂട് കൂടിക്കൊണ്ടിരിക്കുക. എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന കാനഡയിലെ ഒരു അധ്യാപകൻ ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങളൊക്കെ യാത്ര പിരിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഞാൻ കാനഡയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പൈലറ്റാണ്. അപ്പോൾ കാനഡയിൽ ചൂടാണിപ്പോൾ 31 ഡിഗ്രിയാണെന്ന് പറയുന്നത്. സമ്മർ 31 ഡിഗ്രി. ഇത്രയും എൻ്റെ ലൈഫിൽ ഇത്ര ചൂട് അവിടെ ഉണ്ടായിട്ടില്ല, 31 ഡിഗ്രി. അപ്പോൾ അവിടെയൊക്കെ -1 -2, വിൻ്ററിലാണെങ്കിൽ -10, 15, 20 പോകുന്ന ആ ഒരു നാടിൽ 31 ഡിഗ്രി ചൂട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അള്ളാഹുവിൻ്റെ വാർണിംഗ് ആണ്. ഗ്ലോബൽ വാർമിംഗ് ഈസ് എ ഗ്ലോബൽ വാർണിംഗ്. അള്ളാഹുവിൻ്റെ ഒരു താക്കീതാണെന്നാണ് ഈ ലോകത്തനുഭവിക്കുന്ന ചൂട്. മഞ്ഞുമലകളൊക്കെ ഉറഞ്ഞ് വെള്ളമായി മാറി ലോകത്തെ കടൽ ജലമൊക്കെ കരയിലേക്ക് കരകവിഞ്ഞൊഴുകും. ആർട്ടിക്കയിലും അന്റാർട്ടിക്കയിലുമുള്ള ഐസ് ഗ്ലേഷ്യേഴ്സ്, നമ്മൾ കാണുന്ന ഐസ് മലകളുണ്ട്, ഐസ് പർവ്വതങ്ങൾ, ഇതൊക്കെ വെള്ളമായി മാറിയാൽ നമ്മുടെ സമുദ്രജലം, കോഴിക്കോട് സിറ്റിയൊക്കെ 1 മീറ്റർ കടൽ ജലം കൂടിയാൽ സിറ്റി വെള്ളത്തിലാണ്. ഏത് മുനിസിപ്പാലിറ്റിക്ക് അടിച്ചു ഒഴിവാക്കാൻ പറ്റിയ വെള്ളമൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല കടൽ ജലം കൂടിയാൽ. ലോകത്തിൻ്റെ മൊത്തം ജലനിരപ്പ് കൂടാൻ പോവുകയാണ്. അപ്പൊ ചൂട് ലോകത്ത് കൂടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചൂടായി. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ AC വെക്കാന്ന് പറഞ്ഞ ഒരു അഹങ്കാരമൊന്നുമല്ല, അതിപ്പോൾ ആവശ്യമായിട്ട് മാറിക്കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ് അല്ലേ? നമ്മുടെ പള്ളിയിലൊക്കെ AC ഒക്കെ വെച്ചു തുടങ്ങിയില്ലേ? ഓണക്കാരും വിടില്ല എന്ന് മാത്രം. അപ്പോൾ ഏതായിരുന്നാലും ഇന്ന് ചില അവസ്ഥകൾ അങ്ങനെയാണ്. ചൂട് ടെമ്പറേച്ചർ കൊണ്ട് ചൊറിഞ്ഞും മാന്തിയിട്ടൊക്കെ പിന്നെ നിസ്കരിക്കാം. സുബ്ഹാനല്ലാഹ്. പണ്ടൊക്കെ അതൊരു അഹങ്കാരമായിട്ട് തോന്നിയിരുന്നു AC വേണമെന്നൊക്കെ പറഞ്ഞാൽ. അത് ആവശ്യമായി ചൂട് കൂടുകയാണ്. ഈ ചൂട് കൂടുന്നത്, ലോകത്തിന്റെ താപനം വർദ്ധിക്കുന്നത് പ്രപഞ്ചത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന അസന്തുലിതാവസ്ഥയാണ്. ഓസോൺ പാളികൾക്ക് തുരങ്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. നമ്മൾ ചെയ്ത ദുരന്തങ്ങളാണ് ഇതിന്റെ കാരണമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പരലോകം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവര് ആലിൽ ഹിമ്മ, നല്ല മനക്കരുത്തുള്ളവരാകണം. ഉയർന്ന ചിന്തകളും ഉദാത്തമായ മാതൃകകളും എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടുത്ത തീരുമാനങ്ങൾ, നബിതങ്ങൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ പിറകോട്ടില്ല. നമ്മൾ ഒരു വിഷയം ഡിസ്കഷൻ നടക്കുന്നൊരു ടേബിൾ ഡിസ്കഷൻ, നമ്മളൊരു വിഷയം ചർച്ച നടക്കുമ്പോൾ പലതുമാകാം. പക്ഷെ ആ തീരുമാനം ആ ചർച്ച ഒരു തീരുമാനമായി മാറിയാൽ പിന്നെ പിറകോട്ട് പോകരുത്. ഉഹദ് യുദ്ധം നടക്കുന്ന നേരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ സംഭവം വരാനിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് ചർച്ച ചെയ്യുന്നു. ഖുറൈശികൾ നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ട്, അവർ ഉഹദ് വരെ എത്തിയിട്ടുണ്ട്. അവര് മദീനയിലേക്ക് വന്നാൽ ഇവിടെ നിന്ന് നമ്മൾ മദീനയിൽ നിന്നുകൊണ്ട് ഡിഫെൻഡ് ചെയ്യണോ? അതല്ല, ഉഹദ് എന്ന മദീനക്ക് പുറത്താണ് അന്ന് ഉഹദ്. ഇന്നും മദീനയുടെ ഭാഗമായിട്ട് നമ്മൾ കാണാം. ജന്നത്തുൽ ബഖീഇന്റെ ഏകദേശം പകുതിയിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തത്, അല്ലേ? ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. ഉസ്മാൻ തങ്ങളെ അന്നത്തെ രാഷ്ട്രീയ പ്രതിയോഗികൾ ദാരുണമായി വെട്ടി കൊലപ്പെടുത്തിയിട്ട് ആ മഹാനുഭാവൻ ഷഹീദായിട്ട് 3 ദിവസം മറവ് ചെയ്യാതെ മദീനക്ക് പുറത്തു കൊണ്ടുപോയി മറവ് ചെയ്തു. പക്ഷെ ഇന്ന് ജന്നത്തുൽ ബഖീ വികസിപ്പിച്ചപ്പോ അത് മദീനയുടെ ഭാഗമാണ്, ജന്നത്തുൽ ബഖീഇന്റെ ഭാഗമാണ്. ഉസ്മാൻ തങ്ങളുടെ ആ ഖബർ നിൽക്കുന്ന ഭാഗം സത്യത്തിൽ പഴയ മദീനയുടെ കണക്ക് പ്രകാരം മദീനക്ക് പുറത്താണ്. പക്ഷെ ഇപ്പത് മദീനക്കകമാണ്. ഉഹദിൽ പോയി യുദ്ധം ചെയ്യണോ, മദീനന്റെ ഉള്ളിൽ നിൽക്കണോ? തങ്ങൾ ആഗ്രഹിച്ചത് മദീനയിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാമെന്ന. സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ചെറുപ്പക്കാര് പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ ചെന്നവർക്ക് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ ആഗ്രഹം അതായിരുന്നില്ല. സ്വഹാബികളൊക്കെ നിർബന്ധിച്ചു, നബിയെ, നമുക്ക് ഉഹദിലേക്ക് പോകാം. അങ്ങനെ നബി തങ്ങൾ സ്വഹാബിമാരോട് ഖുതുബ നിർവഹിച്ചിട്ട് മുസ്ലിമീങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വവും കൊടുത്തിട്ട് മുത്തുനബി തങ്ങൾ അവിടുത്തെ വീട്ടിലേക്ക് കയറി ചെന്നു. സ്വഹാബിമാരൊക്കെ പള്ളിയിൽ കാത്തിരിക്കുകയാണ്. നബി തങ്ങൾ ആയുധം അണിഞ്ഞ്, നബി തങ്ങളുടെ യുദ്ധത്തിന്റെ ആർമർ അണിഞ്ഞിട്ട് നബി തങ്ങൾ പുറത്തു വന്നു. നബി തങ്ങളുടെ ആർമർ ധരിച്ച്, യുദ്ധത്തിൽ ധരിക്കുന്ന പടയങ്കി ധരിച്ചിട്ട് നബി തങ്ങൾ പുറത്തു വന്നു. സ്വഹാബിമാരെ പള്ളിയിലാണ്. തങ്ങൾ ജുമുഅ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഈ സംഭവം സ്വഹാബികൾ തീരുമാനിച്ചു, നമ്മൾ ഉഹദിലേക്ക് പോവുകയാണ്. തങ്ങളുടെ ആഗ്രഹം മദീനയിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാമെന്നാണ്. പക്ഷേ സ്വഹാബത്തിന്റെ ഇഷ്ടത്തിനൊത്ത് നബി തങ്ങൾ നിന്നു. അവർ തീരുമാനമായി തങ്ങൾ ഉടനെ ചെന്ന് യുദ്ധത്തിന്റെ വസ്ത്രമണിഞ്ഞാ പുറത്തു വരുന്നത്. സ്വഹാബിമാരൊക്കെ ഞെട്ടിപ്പോയി. റബ്ബേ, നബി തങ്ങൾ ഇത്ര പെട്ടെന്ന് ഒരുങ്ങിയോ?
നമ്മൾ ചർച്ച പറഞ്ഞിട്ടല്ലേ, ചെയ്തിട്ടല്ലേ ഉള്ളൂ. തങ്ങൾ തീരുമാനിച്ചുറച്ചോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിനൊരുങ്ങി എന്ന് കണ്ടപ്പോ സ്വഹാബിമാർക്കൊരു വിഷമമായി. നബി തങ്ങളുടെ ആഗ്രഹത്തിനെതിരാണ് നമ്മൾ അഭിപ്രായം പറഞ്ഞത്. ഹബീബിന്റെ ആഗ്രഹം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിൽക്കാനാണ്. നമ്മൾ ആ നബി തങ്ങളോട് പുറത്തു പോകാം, ഉഹദിലേക്ക് പോകാം എന്ന് പറഞ്ഞത്. അതിൽ സ്വഹാബിമാർക്ക് ചെറിയൊരു വിഷമമുണ്ടായി. മാ കാന ലനാ അൻ നുഖാലിഫക വലാ നസ്തഹരിക വലാ നസ്തകരിഹക അലൽ ഖുറൂജി ഫസ്ന മാ ശിഅത ഉംകുസ് കമാ അമർതനാ. നബിയെ, ഞങ്ങളോട് മാപ്പാക്കണം. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് മദീനയിൽ യുദ്ധം ചെയ്യാം. അങ്ങയെ ഞങ്ങൾ നിർബന്ധിച്ചു എന്ന് തോന്നരുത് നബിയെ, അങ്ങയുടെ ഇഷ്ടം നടന്നോട്ടെ എന്ന് സ്വഹാബിമാര് ഹബീബിന്റെ ഒരുക്കം കണ്ടപ്പോൾ നബി തങ്ങളോട് പറഞ്ഞു. പക്ഷേ ഹബീബ് മനക്കരുത്തുള്ളവരാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങളാ പഠിപ്പിച്ചത്, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അല്ലാഹുവിന്റെ വചനമാണത്. ഒരു കാര്യം തീരുമാനിച്ചാൽ മുന്നിട്ടിറങ്ങുക, അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുക. അങ്ങനെ നബി തങ്ങൾ യുദ്ധത്തിന്റെ വസ്ത്രമണിഞ്ഞാണ് നിൽക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, നമുക്ക് ഉഹദിലേക്ക് പോകാം. സ്വഹാബിമാര് പലരും പറഞ്ഞു, വേണ്ട നബിയെ, അങ്ങ് ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങരുത്. അങ്ങയുടെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ നബിയെ, ഞങ്ങളോട് മാപ്പാക്കണം. ഞങ്ങൾ പറഞ്ഞത് ഒഴിവാക്കിക്കോളൂ നബിയെ, നമുക്ക് മദീനയിൽ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. മാ കാന ലിനബിയിൻ ഇദാ ലബിസ ലഅമതഹു അയ്യളഅഹാ. അള്ളാഹുവിന്റെ നബിമാർക്ക്, പ്രവാചകന്മാർക്ക് ഒരു നിയമമുണ്ട്. ഒരു യുദ്ധമാസന്നമാകുമ്പോൾ ഒരു യുദ്ധവസ്ത്രം അണിഞ്ഞാൽ, ആ വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നബിക്കും അത് താഴെ വെക്കാൻ പാടില്ല. ഹത്താ യഹ്കുമല്ലാഹു ബൈനഹു വബൈന അദുവി. അള്ളാഹു ആ പ്രവാചകനും അവരുടെ ശത്രുവിനും ഇടയിൽ തീരുമാനമെടുക്കുന്നത് വരെ ആ ഒരു പ്രവാചകനും പിന്മാറാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ലഅ്മത്ത് ധരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ഇത് അഴിച്ചു വെക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയാണ് ഉഹദിലേക്കുള്ള യാത്രയുണ്ടാകുന്നത്, ഉഹദിൽ വെച്ച് യുദ്ധം നടക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ധരിച്ചു വെച്ചത് പിന്നെ അഴിക്കാൻ കൂട്ടാക്കിയില്ല. ആ ഒരു മനക്കരുത്ത് ഈ ഉമ്മത്തിന് വേണം. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരായ മഹിതരായ പണ്ഡിതന്മാർ ഒരു തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കണം. ആലിമീങ്ങളുടെ നിർദ്ദേശങ്ങളെ ശിരസാ വഹിക്കണം. പിന്നെ ഓരോരുത്തരും അവനവന്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ കയറി പറയുകയല്ല വേണ്ടത്. നമുക്ക് സുന്നി മഹല്ല് ഫെഡറേഷന്റെ പരിപാടിയാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഉഖറവിയായ ആലിമീങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം അല്ലാഹു നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. മനുഷ്യർക്ക് മുഴുവൻ കുറവുകളുണ്ട്. എന്നാൽ ആ കുറവുകൾ എല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ, നമ്മൾ ആരും മലക്കുകളല്ലല്ലോ, നമ്മളുടെ നേതാക്കന്മാരും മലക്കുകളല്ല. എന്നാൽ പോലും സച്ചരിതരായ മഹത്തുക്കളായ ആലിമീങ്ങളെ നമുക്ക് നേതൃത്വം നൽകാൻ നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലാഹു നൽകിയ ആ ഒരു സൗഭാഗ്യം കേരളീയ മുസ്ലിമീങ്ങൾക്കില്ലേ? മഹാനായ സയ്യിദുൽ ഉലമ, മഹാനായ ജഫരി മുത്തുക്കോയ് തങ്ങളവറുകൾ, മഹാനായ ഷെയ്ഖുൽ ജാമിഅ, മഹാനായ ഷെയ്ഖുന അലിക്കുട്ടി മുസ്ലിയാർ, രണ്ട് മഹത്തുക്കൾ നേതൃത്വം കൊടുക്കുന്ന മഹാനായ ശംസുൽ ഉലമയുടെയും മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെയും മഹാനായ സൈനുൽ ഉലമയുടെയും തലോടലേറ്റ ഈ പണ്ഡിത സഭ ഒരു തീരുമാനമെടുത്താൽ അതിനപ്പുറത്തേക്ക് പിറകോട്ട് പോകാൻ ഈ ഉമ്മത്തിലെ മെമ്പർമാർ തുനിയരുത്. ഉറച്ചു നിൽക്കണം. ആലിമീങ്ങളുടെ വാക്കുകൾക്ക് വില നൽകണം. നബി തങ്ങൾ പറഞ്ഞു, ഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ കഅന്ന റഅസഹു സബീബത്തുൻ സാഫിയ. നിങ്ങളുടെ നേതാവ് ഒരു ചെറിയ തലയുള്ള വികൃതനായ ഒരു കറുത്ത വർഗ്ഗക്കാരനാണെങ്കിൽ പോലും അലൈക്കും ബിസ്സംഇ വത്വാഅ. നിങ്ങളുടെ നേതാവ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ആ രീതിയിൽ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ, നന്മയെക്കുറിച്ചുള്ള ആഹ്വാനങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മുടെ സ്വതസിദ്ധമായ അവനവന്റെ അഭിപ്രായങ്ങൾ പറയരുത്. റസൂലുള്ളാഹി തങ്ങൾ 5 നേരത്തെ നിസ്കാരത്തിൽ ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത്, ഒരു നേതാവിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇമാം റുകൂഇലേക്ക് കുനിഞ്ഞെത്തുന്നതിന്റെ മുമ്പ് മഅ്മൂം എത്തിയാൽ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നത്. ഒരു നേതാവിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അനുയായി. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് നിവർന്ന് നിന്ന് കഴിഞ്ഞതിന് ശേഷമേ മഅ്മൂം ഇഅ്തിദാലിലേക്ക് വരാൻ പാടുള്ളൂ. ഒരു ഇമാം സുജൂദിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് നെറ്റിവെച്ച് കഴിഞ്ഞിട്ടേ മഅ്മൂം നെറ്റിവെക്കാൻ പാടുള്ളൂ. എന്താണ് ഈ നിയമം? 5 നേരത്തെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് നല്ല ഡിസിപ്ലിൻ അല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? നല്ല അച്ചടക്കം.
നല്ല അച്ചടക്കം, ഒരു ഇമാമിനെ, ഒരു നേതാവിനെ, ഒരു നേതൃസ്ഥാനത്തെ അംഗീകരിക്കുക എന്ന അച്ചടക്കം, അത് പഠിപ്പിക്കുന്ന ഒരു തത്വസംഹിതയുടെ ആളുകൾ തീർച്ചയായും ആ ഒരു രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു തആല സമഉം ത്വഅത്തിനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ, മുത്തുനബി തങ്ങളുടെ വഫാത്ത് നടന്നപ്പോൾ സിദ്ദീഖ് തങ്ങളാണ് ആദ്യത്തെ ഖലീഫ. അന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന് സിദ്ദീഖ് തങ്ങളെ വിളിക്കാറില്ല. സിദ്ദീഖ് തങ്ങളെയല്ല ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന് ഖലീഫയെ വിളിക്കപ്പെടുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയാണ്. സിദ്ദീഖ് തങ്ങളെ ഖലീഫത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പ്രതിനിധി എന്നാണ് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങളെ ആരും യാ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചിട്ടില്ല. യാ ഖലീഫത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖലീഫയെ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് റോമിലേക്കൊരു സൈന്യം നബി തങ്ങൾ, റോമൻ ഭാഗത്തു നിന്നുണ്ടാകുന്ന ത്രട്ടുകൾ, അവിടെ നിന്ന് വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ മുത്തുനബി തങ്ങൾ ഒരു സൈന്യത്തെ നിയമിച്ചിരുന്നു. ആ സൈന്യത്തിന്റെ നേതാവ് 17 വയസ്സുള്ള സ്വഹാബിയാണ്, മഹാനായ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. 17 വയസ്സുള്ള ആളാണ് 60ഉം 70ഉം വയസ്സുള്ള സ്വഹാബികൾക്ക് നേതാവായി നിന്നത്. അവിടെയും ഒരു പാഠമുണ്ട് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട്. ക്വാളിറ്റിയാണ് നോക്കുന്നത്, പ്രായമോ അല്ലെങ്കിൽ വലുപ്പമോ തറവാടോ അല്ല. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് പകരം നല്ല പക്വത കുറവല്ല, നല്ല പ്രായമുള്ള, ഇസ്ലാമിൽ ഒരുപാട് കാലം സർവീസുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട് അവിടെ, ഉസ്മാൻ തങ്ങളുണ്ട് അവിടെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുണ്ട്, അംർ ഇബ്നുൽ ആസ് എന്നവരുണ്ട്, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ തങ്ങളുണ്ട്, ഉർവത്ത് ഇബ്നു സുബൈർ എന്നവരുണ്ട്. മഹാനായ ഒരുപാട് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ടായിരിക്കെ 17 വയസ്സുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്ന ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മെഹബൂബായ സ്വഹാബി, ഹബീബിന്റെ മെഹബൂബായ സ്വഹാബിയുടെ മകൻ, അതാണ് ഉസാമത്ത് ഇബ്നു സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുമാ. ആ സ്വഹാബിയെ 17കാരനെ ഒരു സൈന്യത്തിന്റെ നേതാവായി നബി തങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. ആ സമയത്ത് അൻസ്വാരികളിലെ മുതിർന്ന ആളുകൾക്കിടയിൽ ചെറിയൊരു കശപിശ വന്നു. എന്തേ നബി തങ്ങളുടെ കാലം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നവരെ ഈ സൈന്യം പുറപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ അതിനവസരമുണ്ടാകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. സ്വഹാബിമാരിൽ ചില ആളുകൾ, മദീനയിലെ അൻസ്വാരികളിൽപ്പെട്ട ആളുകള് മഹാനായ ഉമർ തങ്ങളോട് ചെന്ന് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഇബ്നുൽ ഖത്താബ്, ഉമറേ, നിങ്ങൾ സിദ്ദീഖ് എന്നവരോടൊന്ന് പറയുമോ? ആ ഉസാമത്ത് ഇബ്നു സയ്യിദ് എന്ന ചെറുപ്പക്കാരനെ, ഒരു +2 വിദ്യാർത്ഥിയുടെ പ്രായമല്ലേ ഉള്ളൂ, 17 വയസ്സ്. അവരാണ് ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ സൈന്യത്തെ നയിക്കേണ്ടത്. അതും മദീനയിൽ നിന്ന് തുർക്കി വരെ പോകുന്ന റൂട്ട്, ഇറാഖും കഴിഞ്ഞു പോകണം. 10,000-3000 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയിട്ട് ഒരു ചെറുപ്പക്കാരനായ ഉസാമ തങ്ങൾക്ക് പകരം നല്ല പ്രായമുള്ള ഒരാളെ ആ സൈന്യത്തിന്റെ നേതാവാക്കിക്കൂടെ എന്ന് ഉമർ തങ്ങളോട് അൻസ്വാരികൾ വന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന മറുപടിയുണ്ട്. ഉമർ തങ്ങൾ അന്ന് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദീങ്ങളുമായി ഇടപഴകുന്നു, അവരുമായി ഇടപെടുന്നു, അവിടെ യുദ്ധം നടക്കുന്നു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബി തങ്ങളുടെ കാലത്ത് സകാത്ത് കൊടുത്തിരുന്ന ആളുകൾ വലൗ മനഊനി ഇഖാലൻ, സകാത്ത് കൊടുക്കുന്ന മൃഗത്തിന്റെ കഴുത്തിൽ ഒരു കയറുകൂടെ, ആ മൃഗത്തെ കെട്ടിവലിക്കാനുള്ള കയറുകൂടെ നബിന്റെ കാലത്ത് കൊടുത്ത ആളുകള് എന്റെ ഖിലാഫത്തിൽ ആ കയറ് നൽകാതെ മൃഗം മാത്രമാണ് നൽകുന്നതെങ്കിൽ പോലും ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്നൊക്കെ കടുത്ത തീരുമാനമെടുത്തപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖേ, അത്ര വേണോ? തഅല്ലഫിന്നാസ് വർഫുഖ് ബിഹിം, ജനങ്ങളോട് ഇച്ചിരി
മയത്തിൽ പെരുമാറിക്കൂടെ സിദ്ദീഖേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടിയുണ്ട്. റജൗതു നുസ്റതക വജിഅ്തനി ബിഖുദ്ലാനിക. ഉമറേ, ഞാൻ എടുത്ത തീരുമാനത്തിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നിങ്ങൾ എന്നെ നാണം കെടുത്തുകയാണോ? അജബ്ബാറുൻ ഫിൽ ജാഹിലിയ്യ വഖവാറുൻ ഫിൽ ഇസ്ലാം. ഉമറേ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ വലിയ വമ്പനായിരുന്നല്ലോ, ഇസ്ലാമിൽ വന്നപ്പോൾ നിങ്ങൾ ഭീരുവായി പോയോ? ഇന്നഹു ഖദ് ഇൻഖതഅൽ വഹ്യു വതമ്മദ്ദീൻ അവ യൻഖുസു വഅന ഹയ്യുൻ. ഉമറേ, വഹ്യ് നിലച്ചു കഴിഞ്ഞു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇസ്ലാം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്തിറങ്ങിയില്ലേ? ഇസ്ലാം പൂർത്തിയായിരിക്കെ ആ ദീനിൽ കുറവ് വരാൻ അബൂബക്കർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാനതിന് സമ്മതിക്കില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉസാമ തങ്ങളെ മാറ്റണമോ വേണ്ടയോ? വല്ലാഹി, സിദ്ദീഖ് തങ്ങളുടെ മറുപടിയാണത്. വല്ലാഹി ലൗ അലിംതു അന്ന സിബാഅ തജറു ബിരിജ്ലി ഇല്ലം ഉറദ്ദഹു മാ റദത്തു. ഞാനൊന്ന് പറയട്ടെ ഉമറേ, ഞാനൊന്ന് പറയട്ടെ, ഉസാമ റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്ന ഈ സൈന്യം പോകാതെ ആ സൈന്യത്തെ പറഞ്ഞേക്കാതിരിക്കാനാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആ സൈന്യം എന്ത് വില കൊടുത്തും ഞാൻ പറഞ്ഞേക്കും. വലാ ഹലൽതു ലിവാഅൻ അഖദഹു റസൂലുള്ളാഹ്. ഇത് റസൂലുള്ളാഹി തങ്ങൾ ഏൽപ്പിച്ച കൊടിയാണ് ഉസാമയുടെ കയ്യിൽ. ആ സൈന്യം പറഞ്ഞേക്കുമ്പോൾ കാട്ടുജീവികൾ, സിംഹവും കടുവയും വന്നിട്ട് സിദ്ദീഖിന്റെ കാലിൽ വന്ന് കടിച്ചു പിടിച്ചു വലിച്ചാൽ പോലും അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ സാധ്യമാക്കിയ ആ സൈന്യത്തെ ഞാൻ പറഞ്ഞേക്കുക തന്നെ ചെയ്യുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ വീണ്ടും പറഞ്ഞു, സിദ്ദീഖേ, എന്റെ അഭിപ്രായമല്ല. അൻസ്വാരികൾ പറയുന്നുണ്ട്, ഉസാമത്ത് ഇബ്നു സൈദ് തങ്ങളെ നബി തങ്ങൾ നിയമിച്ചു, ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് നബി തങ്ങൾ ജീവിച്ചിരിപ്പില്ലാത്ത കാലമല്ലേ? കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളായിക്കോട്ടെ. ഈ സൈന്യത്തിന്റെ നേതാവ് 17കാരൻ വേണോ എന്ന് ചോദിച്ചപ്പോ ഉമറേ, നിന്റെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടമാകട്ടെ എന്ന് പറഞ്ഞാൽ ഉമ്മ ജീവിച്ചിരിക്കെ മകൻ മരിക്കുന്ന വേദന നിന്റെ ഉമ്മ അനുഭവിക്കട്ടെ എന്ന ഭാഷാർത്ഥം. അത് ഒരു മോശമായ അഭിപ്രായം പറയുമ്പോൾ അറബികൾ പറയുന്ന മറുപടിയാണ്, നിന്റെ ഉമ്മാക്ക് നീ നഷ്ടമാവട്ടെ എന്ന്. ഹദീസിൽ കാണാം, وأعجمتك يا ابن الخطاب استعمله رسول الله وتأمرني أن أنزعه. അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഒരു നേതാവിനെ ഞാൻ മാറ്റണമെന്നോ നിങ്ങൾ പറയുന്നത്? റസൂലുള്ളാഹല്ലേ ഉസാമത്ത് ഇബ്നു സൈദ് എന്നവരെ നേതാവാക്കിയത്. ആ നേതാവിനെ ഞാൻ മാറ്റണമെന്ന് പറയുകയോ? ഞാനത് ചെയ്യില്ല ഉമറേ, ഞാനത് ചെയ്യില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻഗാമിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറച്ച തീരുമാനം. അപ്പോഴാണ് ഉമർ എന്നവർ കുറച്ച് കാലം കഴിഞ്ഞ് പറയുന്നുണ്ട്, ഞാൻ അന്നാ ചിന്തിച്ചത് ശരിയായിരുന്നില്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനമായിരുന്നു അന്ന് ഏറ്റവും ഉചിതമായത്. ഫമാ ഹുവ ഇല്ലാ അൻ റഅയ്തു അന്നല്ലാഹ ശറഹ സദ്റ അബീ ബക്രിൻ ലിൽ ഖിതാലി ഹത്താ അറഫ്തു അന്നഹുൽ ഹഖ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനമാണ് ഏറ്റവും നല്ല തീരുമാനം എന്ന് എനിക്കന്ന് മനസ്സിലായെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ പിന്നീട് പറയുന്നുണ്ട്. ഉറച്ച തീരുമാനം. ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കുക. പഠിക്കാൻ ഒരു കോഴ്സ് എടുക്കുന്ന മക്കളുണ്ട്, ബികോം തുടങ്ങും, പിന്നെ അത് എംകോം, അത് നമുക്ക് എന്ത് ചെയ്യാം, BBA ആക്കാം. ഇല്ല ഞാൻ ഹ്യൂമാനിറ്റീസിന് പോകാം, ഇല്ല ഞാനൊന്ന് എഞ്ചിനീയറിംഗ് നോക്കട്ടെ. ഇങ്ങനെ കോഴ്സുകൾ മാറി മാറി ഒന്നിട്ട് പഠിക്കൂല. വാപ്പാക്കും ഉമ്മാക്കും ചെലവ്. ഒരിടത്ത് പോയാലും ഉറച്ചു നിൽക്കാത്ത ആൾക്കാരുണ്ട്. ഒരു ജോലിക്ക് ചെന്നാൽ കഷ്ടപ്പാടാണ്, ജോലി മാറണം. ഇവിടെ ചെന്നു അവിടെ നിന്നും കഷ്ടപ്പാട്. ദുബൈയിൽ പോയി നോക്കി, ശരി, എന്നാ ഖത്തറിൽ പോവാ, എന്നാ ബഹ്റൈനിൽ പോവാ, ഗൾഫ് നാട് മൊത്തം കറങ്ങി തീർന്നു, അവന് പണി ശരിയായിട്ടില്ല. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ? നമ്മുടെ വിദ്യാർത്ഥിനികൾ പഠനത്തിൽ ഇറങ്ങിയാൽ പിന്നെ പ്രേമവും അതും ഇതും ആലോചിക്കല്ലേ. നിങ്ങൾ പഠിക്കുക. ഇപ്പൊ പഠിക്കേണ്ട സമയമാണ്. കല്യാണ കാലോചന സമയമാകുമ്പോ നല്ലൊരു കുടുംബജീവിതം വരും. ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കല്ലേ. നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, മക്കൾ ഇന്ന് മൊബൈൽ ഫോൺ വാങ്ങി വെച്ചാലേ മക്കൾ പഠിക്കുള്ളേ. മക്കൾ പല ന്യായം പറഞ്ഞ് നിങ്ങളോട് കരഞ്ഞു പിടിച്ചിന്റെ വാപ്പ അങ്ങനെയാണ്, എന്ത് കുറ്റം നിങ്ങളെ പറ്റി പറഞ്ഞേക്കാം, പക്ഷെ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചോളൂ, എന്നാൽ അവർക്ക് പഠിക്കാൻ കഴിയുള്ളൂ. നിങ്ങളൊരു പക്ഷെ മോശമായ വാപ്പയായിരിക്കും, പക്ഷെ നിങ്ങളൊരു നല്ല വാപ്പയാണെന്ന് അവിടെ കോഴ്സ് കഴിഞ്ഞ് അവള് പറയും, അല്ലെങ്കിൽ അവൻ പറയും. അതുവരെ നിങ്ങളോട് അവർക്ക് ദേഷ്യമായിരിക്കും.
എൻ്റെ വാപ്പാക്ക് ലോകം തിരിയില്ല എന്ന് പറയും, എൻ്റെ ഉമ്മാക്ക് ഒരു എത്തും പിടിയില്ല എന്ന് അതൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഈ മൊബൈൽ ഫോൺ കൊണ്ട് അവർക്ക് പഠിക്കാൻ കഴിയില്ല. അനുഭവമാണ്, നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറെ എന്തൊക്കെ നമ്മൾ വേദ പറഞ്ഞിട്ടും കാര്യമില്ല. സ്ക്രീൻ വളരെ അഡിക്റ്റിംഗ് ആണ്, വളരെ അഡിക്റ്റിംഗ് ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇതെന്ത് ചെയ്യാൻ പറ്റും? അത് വാങ്ങിച്ചു വെച്ച് അവരിന്ന് മുഴുവനായിട്ടും അവരുടെ പഠനം കഴിയുന്നവരേക്കും, ഒരു ഉത്തരവാദിത്വ ബോധത്തിലേക്ക് എത്തുന്നവരേക്കും അത് മാറ്റിവെക്കലല്ലാതെ വേറെ മാർഗമില്ല. കമ്മ്യൂണിക്കേഷന് വേറെ ഓൾട്ടർനേറ്റീവ്സുകൾ സ്വീകരിക്കേണ്ടി വരും. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ, അതിനെ പറയുന്നത് സ്മാർട്ട് ഫോണുകൾ അല്ലാത്തതൊക്കെ ആവട്ടെ. ഏതായിരുന്നാലും അള്ളാഹു നമ്മുടെ മക്കളെ കാവലിലാക്കട്ടെ, അള്ളാഹുവിന്റെ ഹിഫ്ദിലാക്കി തരട്ടെ. നമ്മൾ പഠിക്കാൻ മുന്നിട്ടിറങ്ങുന്നവർ പഠനത്തിൽ മുന്നോട്ട് പോവുക, അത് ശരിക്കും പഠിച്ച് പൂർത്തിയാക്കുക. അറബി കോളേജിലൊക്കെ ചേരുമ്പോഴേ സ്വാഭാവികമായും ആദ്യത്തെ ഒരു കൊല്ലം ഒരു വസ്വാസ് വരും. അവിടെ ശരിയില്ല, അവിടുത്തെ ഭക്ഷണം പോരാ, അവിടെ ചൂടാണ്, അവിടെ അതാണ്, അവിടുത്തെ ഇത് എനിക്ക് പിടിക്കണില്ല. പിടിക്കാത്ത തന്നെ സഹിച്ച് ഒരു 2, 3, 4, 5, 6 കൊല്ലം കഴിയുമ്പോ മാഷാ അല്ലാഹ് പിന്നെ അത് നല്ല നിലയിലേക്ക് എത്തും. പഠനം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക, അത് മുറിഞ്ഞു പോകാണ്ടിരിക്കുക. ഒരു കാര്യം തീരുമാനിച്ചു, ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക അല്ലാഹുമ്മ മിൻ ഫദ്ലികൽ അദീം ഫഇന്നക തഅലമു വലാ അഅലം വഅൻത തഖ്ദിറു വലാ അഖ്ദിറു വഅൻത അല്ലാമുൽ ഗുയൂബ്. ദുആഉൽ ഇസ്തിഖാറ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ച പോലെ ഇസ്തിഖാറത്തിന്റെ ദുആ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിച്ചു വെക്കുക. 2 റക്അത്ത് നിസ്കരിക്കുക, ഇസ്തിഖാറത്തിന്റെ ദുആ ഇരക്കുക. അത് ദുആ ഇരന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നിട്ടിറങ്ങുക. പിന്നെ അല്ലാഹു ഖൈറിലേക്കായിരിക്കും നമ്മൾ നയിക്കുക എന്നാണ് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ പിറകോട്ട് പോകരുത്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോവുകയാണ്. മഹാനായ യഹ്യ ബിൻ മഈൻ, അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഇറാഖിൽ നിന്ന് ഹജ്ജിന് വരുന്നു മക്കയിലേക്ക് പോകുമ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഹജ്ജ് കഴിഞ്ഞാൽ നമുക്ക് മഹാനായ അല്ലാമ അബ്ദുർ റസാഖ് അൽ യമനി, മഹാനായ അബ്ദുർ റസാഖ് തങ്ങളെ ഹദീസ് പണ്ഡിതനാണ്, യമനിൽ ചെന്ന് കാണണം. ആ ഒരു തീരുമാനത്തിലാ പോകുന്നത്. അപ്പൊ ഇറാഖ് നോർത്ത് വെസ്റ്റിലാണ്. ഇറാഖിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലേക്ക് വന്നാൽ മക്ക കിട്ടും. മക്കയിൽ നിന്ന് വീണ്ടും തെക്ക് കിഴക്ക് യാത്ര ചെയ്താൽ യമനിലേക്ക് പോകാം. ഒരു നേരെ റൂട്ടാ. തലശ്ശേരി എന്ന് വിട്ടാൽ കൂത്തുപറമ്പ് വഴി മട്ടന്നൂർ എന്ന് പറഞ്ഞ പോലെയാണത്. മക്ക കഴിഞ്ഞാൽ പിന്നെ നേരെ മുമ്പോട്ട് ഒന്നുകൂടെ പോയാൽ യമനെത്തും. യമനിൽ മഹാനായ അല്ലാമ അബ്ദുർ റസാഖ് റഹിമഹുല്ലാ എന്ന ഹദീസ് പണ്ഡിതനുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ പറയാം, നമ്മൾ അവിടെ ചെന്നിട്ട് ആ ആലിമിനെ കണ്ടിട്ട് ഹദീസ് കേട്ടിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ. പോവല്ലേ എന്ന് പറഞ്ഞു പോയി. മക്കത്ത് ചെന്ന് നോക്കുമ്പോ മഹാനായ അല്ലാമ അബ്ദുർ റസാഖ് എന്നവർ ഹജ്ജ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ യഹ്യ ഇബ്നു മഈൻ തങ്ങൾ പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബലേ ദാ കണ്ടോ, നമ്മൾ കാണാൻ യമനിലേക്ക് പോവണമെന്ന് വിചാരിച്ച ആള് കണ്ടോ ഇവിടെ മക്കത്ത്? ഞാൻ കണ്ടു. എന്നാ പിന്നെ ഹദീസ് ഇവിടുന്ന് ചോദിക്കല്ലേ? പറ്റൂല. എന്തേ? നമ്മുടെ നിയ്യത്ത് എന്താ? അദ്ദേഹത്തിന്റെ നാട്ടിലെത്തിയിട്ട് അവിടെ ചെന്ന് കാണാം. അദ്ദേഹത്തിന് എന്തൊക്കെ തിരക്കുണ്ടാവും, അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നമ്മുടെ നിയ്യത്ത് അതല്ലല്ലോ. ഒരാൾ മുമ്പ് ചെന്ന് പെടുമ്പോൾ അയാൾക്ക് എന്തെല്ലാം സ്ഥലത്ത് പോകാണ്ടാവും. അങ്ങനെ കണ്ടപ്പോൾ തങ്ങന്മാരൊക്കെ വരുമ്പോൾ വരില്ലേ, ആ പുരക്കൊന്ന് കയറി, ഈ പുരക്കൊന്ന് കയറി, ഇവിടെ ഇന്നലെ ഒരാൾ മരിച്ചതാണ്, ഇവിടെ നാളെ കല്യാണം നടക്കുകയാണ്. ഒരുപക്ഷെ അവർക്ക് എന്തെല്ലാം തിരക്കുണ്ടാവും, എവിടെയൊക്കെ എത്തേണ്ടി വരും. പെട്ടെന്ന് എത്തിപ്പെടുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ എൻഗേജ് ആക്കി ഒരു കാര്യവും നടക്കൂല. വലിയ വിഷമം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ നേതാക്കന്മാരൊക്കെ. പെട്ടെന്നുണ്ടാകുന്ന പ്ലാനിങ് ഇല്ലാത്ത വിഷയങ്ങൾ കാലയെക്കുട്ടി പ്ലാൻ ചെയ്താൽ ഒരു വലിയ റാഹത്താണ്. പെട്ടെന്ന് വരുന്നല്ലോ, ഇവിടെ കയറാ, പിന്നെ വാല് നടക്കൂല, നമ്മുടെ ക്ലാസ് നടക്കൂല, ഒരു കാര്യവും നടക്കൂല, ഓൺ ടൈം ഒന്നും നടക്കില്ല. അങ്ങനെ ഉണ്ടാവരുത്. കൃത്യമായ പ്ലാനിങ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, വേണ്ട, ഹജ്ജ് കഴിഞ്ഞ് പോയിക്കോട്ടെ, നമ്മൾ യമനിൽ ചെന്ന് കാണാന്നാ പറഞ്ഞത്. അവർ യമനിലേക്ക് എത്തട്ടെ. നോക്കണം, ഇന്നത്തെ പോലെ ബസ്സില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റില്ല, ഒന്നുമില്ല. പക്ഷെ ആ മഹാന്റെ നിയ്യത്ത് അതാണ്, നമ്മൾ അവിടെ ചെന്ന് കാണും. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് യഹ്യ ഇബ്നു മഈൻ തങ്ങളുടെ കൂടെ മഹാനായ അല്ലാമ അബ്ദുർ റസാഖ് അൽ മുഹദ്ദിസ് റബ്ബാനിയെ യമനിൽ ചെന്ന് കണ്ടു മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ അങ്ങനെ ചിന്തിക്കോ, മുമ്പ് ചെന്ന് കണ്ടുവിട്ടാ അത് ചോദിച്ചു പോയാൽ പോരെ? 2 ഹദീസല്ലേ കേൾക്കേണ്ടത്, കുറച്ച് ഹദീസല്ലേ പഠിക്കേണ്ടത്? ഹറമിലിരിക്കുമ്പോൾ ചോദിക്കാം. നമ്മുടെ നിയ്യത്ത് അതല്ല, അവിടെ ചെന്ന് കാണണം. പറഞ്ഞേ പാണക്കാട് തങ്ങളെ പാണക്കാട് ചെന്നിട്ട് കാണാം, ചൊവ്വാഴ്ചയൊക്കെ ചെന്നിട്ട് തങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം, തങ്ങളുടെ എന്തോ നിക്കാഹിന് വരുന്നുണ്ട്, വഴിയിൽ വെച്ച് കാണാം. അതല്ല, നമ്മുടെ നിയ്യത്ത് അങ്ങനെയാ. അവിടെ ചെന്ന് അതൊരു ഹുർമത്തല്ലേ, മഹാന്മാരുടെ മുമ്പിലേക്ക് അങ്ങനെ എത്തുന്നത് ഒരു ഹുർമത്തല്ലേ? അതങ്ങനെ ആവട്ടെ. ആ ഒരു നിയ്യത്ത്
അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ അനുഭവം, മഹാനവരുടെ മകൻ മഹാനായ സ്വാലിഹ് ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മകൻ മഹാനായ സ്വാലിഹ് ഇബ്നു അബ്ദുല്ലാഹി സ്വാലിഹ് ഇബ്നു അഹ്മദ് തങ്ങൾ പറയുന്നുണ്ട്, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് മറ്റൊരു മകൻ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് എന്നവർ മുസ്നദ് ക്രോഡീകരിച്ച മഹാൻ. ഇത് സ്വാലിഹ് മഹാനോടെ മറ്റൊരു മകൻ. ഉപ്പയുടെ അനുഭവം പറയാം. അതാണ് നമ്മുടെ ഇമാമിയങ്ങൾ. അവിടെ ലക്ഷ്യം, അതിൽ പിന്നെ വിട്ടുവീഴ്ചയില്ല. അങ്ങനെയായിരുന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ അബൂ നസ്ർ സജ്സി റഹ്മഹുല്ലാഹ്, അദ്ദേഹം ഖുറാസാനിലേക്ക് വന്നൊരു കാലം അദ്ദേഹത്തെ കാണാൻ ചെന്നു മഹാനായ അബൂ ഇസ്ഹാഖുൽ ഹബ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി. പ്രഗൽഭനായ പണ്ഡിതനാണ് അബൂ നസ്ർ സജ്സി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന കഥ പറയുകയാണ് മഹാനായ അൽ ഹാഫിദ് അബൂ ഇസ്ഹാഖ് അൽ ഹബ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോ ആരോ വാതിലിക്കൽ മുട്ടുന്നു. ഞാൻ ചെന്ന വാതിൽ തുറന്നു കൊടുത്തു. മഹാനായ അല്ലാമ അബൂ നസ്ർ സജ്സി തങ്ങളുടെ വീട്ടിലാണ് സംഭവം. ഞാൻ വാതിൽ തുറന്നു കൊടുത്തു. നോക്കുമ്പോൾ ഒരു പെണ്ണ് ഒരു കിഴി നിറയെ പൈസയുമായ വന്നത്. നോക്കുമ്പോൾ ഫീഹി അൽഫു ദീനാർ, 1000 സ്വർണ്ണ നാണയം. ഒരു ജ്വല്ലറി തുടങ്ങാൻ മാത്രമുണ്ട്. 1000 സ്വർണ്ണ നാണയം മഹാനായ അബൂ നസ്ർ സജ്സി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിലേക്ക് കൊടുത്തു. മഹാൻ ചോദിച്ചു, അല്ല പെണ്ണെ, ഇതെന്തിനാണ്? അൻഫിഖ്ഹാ കമാ തറ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെലവഴിച്ചോളൂ എന്ന് പറഞ്ഞു. ആ പെണ്ണ് ഒരു വലിയ ആലിമാൻ, സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്, നല്ല പണ്ഡിതനാണ്. നിങ്ങൾ വേണ്ട വിധത്തിൽ ചെലവഴിച്ചോളൂ. മഹാൻ ചോദിച്ചു, മൽ മഖ്സൂദ്, അല്ല നിന്റെ ലക്ഷ്യം എന്താണ്? അങ്ങനെയുണ്ട്, വെറുതെ വന്നിട്ട് 1000 ദീനാർ കൊടുത്തു പോവുക? നീ എന്തിനു വന്നതാണ്? അവര് പറഞ്ഞു, തതസവ്വജുനി, എന്നൊന്ന് കല്യാണം കഴിക്കോ, അതിനു വേണ്ടി വന്നതാണ്. വലാ ഹാജത ലീ ഫി സിവാജി, പക്ഷേ ഒരു ദാമ്പത്യ ജീവിതത്തിൽ കുട്ടികൾ ഉണ്ടാവുക, മക്കൾ ഉണ്ടാവുക, അതൊന്നും എനിക്ക് ആവശ്യമില്ലേ. വലാകിൻ ലി അഖ്ദുമക, നിങ്ങൾക്കൊരു ഖാദിമായിട്ട് ഞാൻ ജീവിക്കാം. നിങ്ങൾക്കൊരു ഭക്ഷണം ഉണ്ടാക്കി തരാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും ഒരാൾ വീട്ടിൽ വേണ്ടേ? നിങ്ങളുടെ ഒരു വേലക്കാരിയായിട്ട് ഞാൻ ജീവിക്കാം. പക്ഷെ നിങ്ങളുടെ ഭാര്യയായാലല്ലേ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ എന്നെ വിവാഹം ചെയ്യുമോ? ഒരു മുതലാളിയുടെ, വലിയൊരു മുതലാളിയുടെ പെണ്ണാണ് ഈ കൊണ്ടുപോയി കൊടുത്തത്. 1000 ദീനാർ. ദീനാർ സ്വർണ്ണ നാണയമാണ്, ദിർഹം വെള്ളിയാണ്. മഹാനവറുകൾ അബൂ നസ്ർ സജ്സി റഹ്മഹുല്ലാഹ്, മഹാനവറുകൾ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, പിന്നെ 1000 ദീനാർ നിങ്ങൾ എടുത്ത് കൊണ്ടുപോയിക്കോളൂ. സുബ്ഹാനല്ലാഹ്. ഖുറാസാനിലാണ് സംഭവം. അപ്പൊ മഹാനായ അബൂ ഇസ്ഹാഖ് അൽ ഹബ്ബാൽ തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ഇപ്പത് ഒഴിവാക്കി വിട്ടത്? 1000 ദീനാറൊക്കെ കിട്ടണമെങ്കിൽ എത്ര കാലം ജോലി ചെയ്യണം? അദ്ദേഹം കൊടുത്ത മറുപടിയുണ്ട്, ഞാൻ സിജിസ്ഥാനിൽ നിന്ന് കടന്നു വന്നത് ഇൽമ പഠിക്കാനാണ്. ഞാനിപ്പോ കല്യാണം കഴിക്കേണ്ട നേരായിട്ടില്ല. ഞാൻ ഇൽമ പഠിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ നിയ്യത്ത് പഠനമാണ്. ആ പഠനം നടക്കുന്നതിന്റെ മുമ്പ് വമാ ഊസിറു അലാ സവാബി തലബിൽ ഇൽമി ഷൈആ, ഇൽമ അന്വേഷിച്ചു വരിക എന്ന ഒരു നിയ്യത്തിന് അല്ലാഹു വലിയ കൂലി തരും. ആ കൂലിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ലക്ഷ്യം അതാണ്. ഇപ്പൊ കല്യാണമല്ല. ഇത് നമ്മുടെ കോളേജിൽ പഠിക്കണം മക്കൾ ആലോചിക്കണം. കോളേജിൽ നിന്ന് വരുമ്പോൾ തന്നെ ബോയ് ഫ്രണ്ടായിട്ടാ വരുന്നത്, ഗേൾ ഫ്രണ്ടായിട്ടാ വരുന്നത്. നിങ്ങൾ പഠിക്കാനാ പോകുന്നത്. ഇൽമ പഠിക്കുന്നവർക്ക് മലായിക്കത്തിന്റെ ദുആയുണ്ട്. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളുടെ സമുദ്രത്തിലെ മത്സ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നമ്മുടെ പഠനം അല്ലാഹുവിലേക്ക് എത്താനുള്ള പഠനമാണെങ്കിൽ സയൻസ് പഠിച്ചാലും കൂലി കിട്ടും, മാത്സ് പഠിച്ചാലും കൂലി കിട്ടും. എന്തേ? റബ്ബ് തആലയുടെ സത്യവൈഭവം കണ്ടെത്താൻ അത് സഹായിക്കുമെങ്കിൽ വമാ യൂസിലു ഇലൽ മഖ്സൂദ് വഹുവ മഖ്സൂദുൻ, അത് ന്യായമായും കൂലിയുള്ളതാണ്. അപ്പൊ പിന്നെ പ്രേമവും ഒളിച്ചോടലും ചാടിപ്പോരലും കല്യാണം ഒന്നും ആലോചിക്കേണ്ട, നിങ്ങൾ പഠിച്ചിട്ട് വാ. അബൂ നസ്ർ സജ്സി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന 1000 സ്വർണ്ണ നാണയത്തിന്റെ കിഴി കൊടുത്തിട്ട് പറഞ്ഞു, പെണ്ണെ, ഞാൻ നിക്കാഹ് ചെയ്യാനോ വിവാഹിതനാവാനോ അല്ല. ഞാൻ ഖുറാസാനിലേക്ക്, എന്റെ നാട് സിജിസ്ഥാനിൽ നിന്ന് വന്നത് ഇൽമ പഠിക്കാനാണ്. ആ ഒരു ലക്ഷ്യം ഞാൻ പൂർത്തിയായി കഴിഞ്ഞാൽ കല്യാണം പിന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യം വിട്ട് കളിക്കുകയില്ല എന്ന് പറഞ്ഞ അബൂ നസ്ർ സജ്സി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ഉന്നതമായ ലക്ഷ്യങ്ങൾ നമ്മുടെ മക്കളിൽ ഉണ്ടാകട്ടെ, നമ്മളിൽ ഉണ്ടാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയത്തിൽ ഇനി 4 മിനിറ്റേ ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് തങ്ങളെ അതും കൂടെ പൂർത്തിയാക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്നതി അലാ ഷൈഇൻ ഇല്ലാ അലാ സഅത്തിൻ മർറത് ബിഹിം ലം യദ്കുറുല്ലാഹ ഫീഹാ. സ്വർഗ്ഗവാസികൾ നാളെ സങ്കടപ്പെടുന്ന ഒരു വിഷയമേ ഉള്ളൂ, ഒറ്റ വിഷയം.
സ്വർഗത്തിലെത്തിയ പിന്നെ എന്താ സങ്കടം? പിന്നെ ചില സങ്കടം ഉണ്ടാവുന്ന. സ്വർഗത്തിലെത്തിയാലും സങ്കടം ഉണ്ടാവും. എങ്ങനെ? ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്നതി അലാ ഷൈഇൻ, സ്വർഗവാസികൾക്ക് സങ്കടം തോന്നുന്ന ഒരു വിഷയമേ ഉള്ളൂ. ഇല്ലാ അലാ സഅത്തിൻ മറത് ബിഹിം ലം യദ്കുറുല്ലാഹ ഫീഹാ, ജീവിതത്തിൽ സ്വർഗത്തിലെത്താനുള്ള വഴി അള്ളാഹു തന്നു, പക്ഷേ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിനെ ഓർക്കാതെ പോയ ഒരുപാട് മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. ആ മണിക്കൂറുകളെ ഓർത്ത് റബ്ബേ, ഞാൻ ആ നേരത്തൊക്കെ ആ സിനിമ കണ്ടിരുന്ന നേരത്ത് കുറച്ച് ദിക്ർ ചൊല്ലിയിരുന്നെങ്കിൽ ആ ലെവലിൽ എനിക്ക് എത്താമായിരുന്നല്ലോ റബ്ബേ. ഞാൻ ആ തഹജ്ജുദും കൂടെ നിസ്കരിച്ചിരുന്നെങ്കിൽ. നബി തങ്ങൾ പറയാ, സ്വർഗം ശുഹദാക്കൾക്ക് മാത്രമുള്ള സ്വർഗം 100 തട്ടുകളാണെന്നാണ്. ഒരു തട്ടിന്ന് ഇവിടുന്ന് നോക്കിയാൽ നമ്മൾ ആകാശത്തേക്കൽ ആകാശത്തിന്റെ അങ്ങറ്റത്ത് ചെറുതായി മിന്നുന്ന നമ്മുടെ ഭൂമിയെക്കാളും ലക്ഷക്കണക്കിന് വലുപ്പമുള്ള വലിയ നക്ഷത്രങ്ങൾ മിന്നാമിനുങ്ങ് പോലെ കാണില്ലേ? അതുപോലെയാണ് സ്വർഗത്തിലെ 2 തട്ടുകൾ. ഇന്നഹും സ്വർഗവാസികളെ യറൗനഹും, സ്വർഗവാസികൾ താഴെയുള്ളവർ മേലുള്ളവർ നോക്കുമ്പോ ആ നക്ഷത്രം കാണുന്ന പോലെയാണ്. അതാ വ്യത്യാസം. അപ്പൊ ആലോചിക്കും, റബ്ബേ ഞാൻ കുറച്ചുകൂടെ നന്മ ചെയ്തിരുന്നെങ്കിൽ അങ്ങോട്ടെത്താൻ. ഇത് ഗൾഫിക്ക് പോണ പോലെ. എങ്ങനെയെന്നറിയോ? എനിക്ക് വെറുതെ വിസിറ്റ് ചെയ്യാൻ മതി ആദ്യം പറയും. പിന്നെ കഫ്തീരി ആയാലും കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ പറയെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ആയാലും കുഴപ്പമില്ല. അവിടെ ചെന്ന് നോക്കുമ്പോഴല്ലേ റബ്ബേ, ഞാൻ ഈ 800, 1000-നും 800-ന്റെ കോഴി 900-ന്റെ കോഴി എന്നൊക്കെയാ പറയോടെ. ആ ഗ്രാമ കോഴിക്കൊരു വെയിറ്റ് ഉണ്ടല്ലോ. റബ്ബേ, എൻ്റെ ഒപ്പമല്ല അത്രയും 4ാം ക്ലാസ്സും കുസ്തിയുള്ള ആൾക്കാണ് അവിടെ 2000 ആ ജോലിക്ക് കിട്ടേണ്ടത്. ഈ വിസക്ക് വന്ന് ഞാൻ പെട്ടുപോയല്ല റബ്ബേ. ഇവിടുന്ന് പോയത് അങ്ങനെയല്ല, എന്ത് കിട്ടിയാലും നിൽക്കാന്ന് പറഞ്ഞിട്ടാ പോയത്. അവിടെ എത്തുമ്പോ കോലം മാറും. ഇതിനെ സ്വർഗത്തിലെത്തുമ്പോഴും പടച്ചോനെ ഇതൊന്നും പോരായിരുന്നു, കുറച്ചും കൂടെ ഉന്നതിയിൽ എത്താമായിരുന്നു. മനുഷ്യൻ കുതിച്ചു പോകും. നാട്ടിൽ അവിടെ ഗൾഫിലൊക്കെ എത്തുമ്പോൾ പറയില്ലേ, ഒരു ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു, ഒരു PG എടുത്തിരുന്നെങ്കിൽ. എൻ്റെ അമ്മ എത്ര പറഞ്ഞതാ പഠിക്കാൻ. അന്ന് ഞാൻ മടി പിടിച്ചിട്ട് തലക്ക് പ്രേമം കുടുങ്ങിയ കാലം ഞാൻ പഠിക്കാതെ നടന്നു. അപ്പൊ ഞാൻ സങ്കടപ്പെടുകയാണ് അല്ലെ. കൂടുതലുള്ള ആളുകളൊക്കെ നല്ല നല്ല ജോലി, അവരൊക്കെ വരുമ്പോൾ നല്ല നല്ല സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ 10 വർഷമായിട്ടാണ് പോണത്. ആ ഒരു വ്യത്യാസം ഉണ്ടായി എന്ന് മാത്രം. പഠിക്കാതിരുന്നതിൽ സങ്കടം അവിടെ തോന്നും. പഠിക്കാമായിരുന്നല്ലോ റബ്ബേ എന്ന പോലെ സ്വർഗവാസികൾക്ക് ഒരു സങ്കടം വരും. ഒരുപാട് മണിക്കൂറുകൾ റബ്ബേ ഞാൻ അള്ളാഹുവിനെ ഓർക്കാതെ കഴിച്ചുകൂട്ടിയല്ലോ എന്ന് സ്വർഗവാസികൾ പരിതപിക്കുന്നു എന്ന് റഹ്മാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന ഈ ഒരു ചിന്തയിലേക്ക് നമുക്കൊരിക്കലും നാളെ സങ്കടം വരുന്ന വിധത്തിലാവരുത്. ജീവിതത്തിന്റെ ഈ ഏറ്റവും നിർണായകമായ സമയം, അള്ളാഹു ആരോഗ്യവും ഉന്മേഷവും നൽകുന്ന ഈ സമയം, ഇബാദത്തുകൾക്കും നന്മകൾക്കും ജീവിതത്തിൽ സമുദായത്തിന് രാജ്യത്തിന് സേവനം ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്ത് പ്രൗഢമായി ഉയർന്ന ചിന്തകളും ഉദാത്ത മാതൃകകളും സമൂഹത്തിന് സമർപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മെ സജ്ജനങ്ങൾ ചേർത്തി തരട്ടെ. നമ്മുടെ മക്കളിൽ, കുടുംബത്തിൽ, സമുദായത്തിൽ, നമ്മുടെ ആലിമീങ്ങളിൽ, നമ്മുടെ മുതഅല്ലിമീങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ അള്ളാഹു നമുക്ക് കൺകുളിർമയെ നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.